പ്യുർ ചോക്ലേറ്റ് എന്താണെന്ന് ആദ്യം അറിയണം. അതെന്താണെന്ന് അറിയണം, അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയണം, എത്രമാത്രം ഉപയോഗിക്കണം എന്നറിയണം. ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ട് ഈ ലോകത്ത്? ചോക്ലേറ്റ് എന്ന് കേൾക്കുമ്പോഴേ നാവിൽ കൊതിയൂറും. പണ്ട് കാലത്ത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും മാത്രം ഉപയോഗിച്ചിരുന്ന ഫുഡ് ഓഫ് ദ ഗോഡ്സ് ആയിരുന്നു ചോക്ലേറ്റ്. എങ്കിലത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നറിയാമോ? കൊക്കോയാണ് ചോക്ലേറ്റായി മാറുന്നത്. ആ യാത്ര നമ്മളെ വിശദമായി കാണിച്ചു തരുന്ന ഒരാളുണ്ട് അങ്കമാലിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ കൊക്കോ ഫാം ടൂറിസം നടത്തുന്ന രഞ്ജൻ ജോസേട്ടൻ്റെ കൊക്കോ റിച്ച് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് ഇന്ന് നമ്മളുള്ളത്. കൊക്കോ എങ്ങനെ നമ്മളെ കൊതിപ്പിക്കുന്ന ചോക്ലേറ്റായി മാറുന്നുവെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഇതുവരെ കേൾക്കാത്തൊരു കോൺസെപ്റ്റാണ് കൊക്കോ ഫാം ടൂറിസം. കേട്ടിട്ടേ ഇല്ല, നമ്മുടെ കേരളത്തിലൊന്നും കേട്ടില്ല. അങ്ങനെ ഒരു ഉദ്യമത്തിലോട്ടുള്ള വരവ് എങ്ങനെയാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായത് ചോക്ലേറ്റ് എന്താണെന്ന് അറിയാവുന്നവർ വളരെ കുറവാണ്. നമ്മളെവിടെ പോയാലും ചോക്ലേറ്റ് ഫാക്ടറി കാണും, പക്ഷേ അത് അവർ മേക്ക് ചെയ്യുന്നത് കാണിക്കുള്ളൂ, എല്ലാ പ്രോസസ്സും കാണിക്കില്ല. മീൻസ് അതെങ്ങനെയാണ്, അത് എത്രമാത്രം ഉപയോഗിക്കും, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഈ കൺസെപ്റ്റിലോട്ട് നമ്മൾ ടൂറേ ചോക്ലേറ്റ് ഫാക്ടറി എന്ന കൺസെപ്റ്റിലോട്ട് വന്നത്. ഇപ്പം സാധാരണയായിട്ട് കേരളത്തിൽ ഒരുപാട് കൊക്കോ കർഷകരുണ്ട്. അപ്പോൾ സാധാരണ കർഷകർ ചെയ്യുന്നത് കൊക്കോ എടുക്കുന്നു, അതിൻ്റെ ബീൻസ് എടുത്തു ഏതെങ്കിലും ഫാക്ടറിക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു രീതിയാണ് സാധാരണ കണ്ടുവരുന്നത്. അതിൽ നിന്നും ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത് എപ്പോഴാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും കൊക്കോക്കായ ഒരു 10-50 വർഷമായിട്ട് കൊക്കോ കൃഷിയുണ്ട്. അത് ഫാദറായിട്ട് തുടങ്ങിയതാണ്. ആ ഫാദർ അത് കൊക്കോ നമ്മൾ കാഡ്ബറിക്ക് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ഇതിൻ്റെ ഫ്ലഷാക്കി ഫ്ലഷോടുകൂടി കാഡ്ബറിക്ക് കൊടുത്തു. പിന്നീട് സത്യം പറഞ്ഞാൽ ആരും ചെയ്യാത്തൊരു ബിസിനസ് എന്ന കൺസെപ്റ്റ് വന്നപ്പോഴാണ് നമ്മൾ ചോക്ലേറ്റ് എന്നുള്ള കൺസെപ്റ്റിലോട്ട് വന്നത്. അപ്പോൾ നോക്കിയപ്പം മാനുഫാക്ചർ ചെയ്യുന്നവർ കേരളത്തിൽ 2-3 പേരോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിടിയിൽ നിന്ന് നമ്മളത് ഇതിലോട്ട് വന്നത്. അപ്പം നമ്മുടെ പറമ്പിലുള്ള കൊക്കോ ആണ്, അപ്പോൾ നമുക്കത് എടുത്ത് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണത് നമ്മൾ ചോക്ലേറ്റ് മാനുഫാക്ചറിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തി ഒരു 1-1.5 വർഷം എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഈസിയുള്ള പണിയല്ലാന്ന് മനസ്സിലായി. പിന്നെ ഇത് ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാമെന്ന് മനസ്സിലായി. പിന്നെ ചോക്ലേറ്റ് ഒരു പാഷനായി. ആ പാഷനാണ് നിങ്ങൾ കാണുന്നതല്ല. ഇതാണ് ശരിക്കും പഴുത്ത കായ. ഇതിൽ 25 മുതൽ 55 ബീൻ വരെ ഉണ്ടോ അതിൻ്റെ അകത്ത്, ഒരു 60 താഴെ. അപ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫ്ലഷിലാണ് ഈ വിറ്റാമിൻസ് ഇരിക്കുന്നത്, ബീൻ്റെ അകത്തല്ല. ഈ പറഞ്ഞ പൊട്ടാസ്യം മഗ്നീഷ്യം എന്ന സാധനങ്ങൾ ഇരിക്കുന്നത് ഇതിൻ്റെ ഫ്ലഷിലാണ്, ബീനിലല്ല. അപ്പോൾ ഈ ബീനിലോട്ട് അബ്സോർബ് ചെയ്യുന്ന പ്രക്രിയയാണ് ഫെർമെൻറ്റേഷൻ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൊക്കോ ബട്ടറുണ്ട്, ബട്ടറിൻ്റെ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യും എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തെ വിറ്റാമിൻസും മിൻസും ഈ ബീനിലോട്ട് അബ്സോർബ് ചെയ്യുന്ന പ്രക്രിയയാണ് ഫെർമെൻറ്റേഷൻ. ഈ ഫെർമെൻറ്റേഷൻ ഇല്ലെങ്കിൽ ബീൻസ് ഫെർമെൻറ്റേഷനിൽ ഒന്നിനും കൊണ്ടും അതിന് ടേസ്റ്റും ഉണ്ടാവില്ല, ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ഉണ്ടാവില്ല. പ്യുർ ചോക്ലേറ്റ് ആവണമെങ്കിൽ ഈ പറയുന്ന കണ്ടന്റ് നമ്മൾ കഴിച്ചത് മെഡിസിനായിട്ട് ഗുണം ചെയ്യണമെങ്കിൽ അത് കറക്റ്റായ ഫെർമെൻറ്റേഷൻ. അത് ഫെർമെൻറ്റേഷൻ കുറഞ്ഞാൽ അത് ഉണ്ടാവില്ല, കുറയും. അപ്പോൾ ആ ഫെർമെൻറ്റേഷനാണ് നമ്മൾ ഈ വുഡൻ ബോക്സിൽ ചെയ്യുന്നത്. ഇതിൽ ആണി പോലും അടിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഉതിർത്തി ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഇലയിട്ട് ചാണച്ചാക്കിലിടും. ഇതാണ് ഡ്രൈ ചെയ്യുന്നത്. ഇതിനകത്ത് ഇത് നമ്മുടെ കൈയുടെ ഇതിൽ പൊളിഞ്ഞു വരും. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള ബീൻസ്. കഴിച്ചു നോക്കി. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഉണ്ടോ? അതാണ് പ്യുവർ. മറ്റേ ഇത് ചെയ്യാത്ത സാധനം നിങ്ങൾ കഴിച്ചു നോക്കിയാൽ അതിനകത്ത് ആ ഇതുണ്ടാവില്ല.
ഡാർക്ക് ചോക്ലേറ്റിന്റെ ടേസ്റ്റ്. ഒരു കയ്പ്പ് കുറവായിരിക്കും, ചോക്ലേറ്റിന് ഫ്ലേവർ ഉണ്ടാവും. മറ്റേതിലൊന്നും ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഉണ്ടാവും. അതാണ് പ്യുവർ എന്ന് വെച്ചാൽ ഫെർമെന്റ് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും കണ്ടേക്കുന്നത് മിൽക്കി ബാർ, മിൽക്ക്, ഡാർക്ക് മിൽക്ക്, ഫ്രൂട്ട് ആൻഡ് നട്ട്, ഇത് 4 ആൾക്കാർക്ക് ചോക്ലേറ്റ് അറിയുള്ളൂ. പക്ഷെ അതൊന്നുമല്ല, ഒരു 300-400 വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട്. ഒത്തിരി വെറൈറ്റി ഉണ്ട്, ഒത്തിരി ഉണ്ടാക്കാം. അത് പല ഫ്ലേവറായിട്ടും ഓരോ ഇതായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൽ നിന്നൊക്കെ ഒത്തിരി വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളുണ്ട്. ഒരു മനുഷ്യന് ആവശ്യമുള്ള ഏറ്റവും വലിയ ഘടകമാണ് ചോക്ലേറ്റ്. അതെ, ഇതിന് ഒത്തിരി വിറ്റാമിൻസും മിനറൽസും ഉണ്ട്. ഇത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ ബോഡിയിലോട്ട് കിട്ടുന്ന വേറെ കണ്ടന്റ് ഇല്ല കൊക്കോ ബട്ടർ അല്ലാതെ. അത്രയും ഫാസ്റ്റാണ് അത്. നമ്മൾ കഴിക്കുമ്പം നമ്മുടെ ശരീരത്തോട്ട് കിട്ടുന്നതും നമ്മുടെ സ്കിന്നിലോട്ട് കിട്ടുന്നതും എല്ലാം അത് അകത്തും പുറത്തും കിട്ടുന്നുള്ളതാണ് സത്യം. അത് മറ്റുള്ളവർക്ക് അറിയില്ല. അതാണ് അതിനകത്തുള്ള കാര്യം. ഇത് എങ്ങനെയാണ്, കൊക്കോ പൗഡർ എന്താണ്, ഏതാണ് നല്ലത്, അതുപോലെ ചോക്ലേറ്റ് എന്താണ്, അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. കൊക്കോ പൗഡർ ഉണ്ടാകുന്ന പലരും പറയുന്നത് ഡാർക്ക് കൊക്കോ പൗഡർ നല്ലതെന്നാണ്. അല്ല, ഒരിക്കലും ആ കളർ വരില്ല. കാരണം കൊക്കോൻ്റെ കളറ്, അതിൻ്റെ നിബിൻ്റെ കളർ ബ്രൗണാണ്. ആ ബ്രൗൺ പിന്നെ ആ പൗഡർ വരുമോ? ഇല്ല. ഏതിൽ നിന്ന് എണ്ണ എടുത്താൽ സെയിം കളർ വരുമോ? വരില്ല. കൊക്കോ റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്താണ് റൂബി പിങ്ക് കളർ ചോക്ലേറ്റ്. റൂബി ചോക്ലേറ്റ് എന്ന് പറയും. അത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ കളർ പിങ്ക് ആയിരിക്കും, അതിൻ്റെ ടേസ്റ്റും ലിച്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കൊക്കോൻ്റെ ഡ്രിങ്ക്, വിനെഗർ, കൊക്കോ ടീ, ഇതൊക്കെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളാണ്. മോയ്സ്ചറൈസർ, ലിപ് ബാം, ഫുഡ് ക്രീം, സോപ്പ്, ഇങ്ങനെയുള്ള ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം. ഇത് ശരിക്കും പറഞ്ഞ ചോക്ലേറ്റ് പ്രായത്തിനനുസരിച്ചാണ് കഴിക്കേണ്ടത്. അത് നമ്മൾ പലരും അങ്ങനെയല്ല ചെയ്യുന്നത്. ഏതോ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിക്കുന്നു, അതൊരു ടേസ്റ്റാണ് നമ്മുടെ ഉദ്ദേശം. അല്ല, കാരണം ഇതിലൊത്തിരി വിറ്റാമിൻസും മിനറൽസും ഉണ്ട്. അതുപോലെ ഇതിനകത്ത് 54% കൊക്കോ ബട്ടറുണ്ട്. പ്യുവർ ചോക്ലേറ്റ് എന്താണെന്ന് ആദ്യം അറിയണം. അതെന്താണെന്ന് അറിയണം, അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയണം, എത്രമാത്രം ഉപയോഗിക്കണം എന്നറിയണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇത് വെറുതെ കളയുന്ന സാധനമല്ല ചോക്ലേറ്റ്. ചോക്ലേറ്റിന്റെ ശാസ്ത്രീയ നാമം തന്നെ എടുത്താൽ അതിന്റെ ദൈവത്തിന്റെ, അതെ, ഫുഡ് ഓഫ് ദ ഗോഡ് എന്നാ. അതിന് കാരണമുണ്ട്, അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ ഏത് കണ്ടന്റ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് ആമസോൺ കാടുകളിൽ ഉണ്ടായതാണ് കൊക്കോ. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു വരദാനം. പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഒരു എനർജി ഡ്രിങ്കായിട്ടാണ് ഇതിൻ്റെ വരവ്. ഒരു എരിവുള്ള പാനീയം. ഇത് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വിലപിടിപ്പുണ്ടായിരുന്നു. ബാർട്ടർ സമ്പ്രദായത്തിൽ ഏറ്റവും വില കൂടിയ ഒന്ന്. അപ്പോൾ ഒരു വാല്യൂ ഇല്ലേ? നിങ്ങൾ പുറം രാജ്യങ്ങളിൽ ചോക്ലേറ്റ് ഷോപ്പുകൾ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ ജ്വല്ലറിയിലും വലുതാണ്. അത്ര വലിയ ഇൻറ്റീരിയറാണ്. കാരണം എന്നാ? അതിൻ്റെ കാരണമുണ്ട്. അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള അവിഭാജ്യ ഘടകമാണ്. അവർ അതിനെ ഒത്തിരി വാല്യൂ കൊടുക്കുന്നുണ്ട്. നമ്മളത് കൊടുക്കുന്നില്ല. അതാണ് കാരണം. അതുകൊണ്ട് തന്നെ ഫുഡ് ഓഫ് ദ ഗോഡ് എന്ന് പറയും. ഇപ്പോൾ ഇത്രയും ചോക്ലേറ്റിനെ ഇഷ്ടപ്പെട്ട് ഇപ്പം കൊക്കോ ടൂറിസം, ഫാം ടൂറിസം എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് എത്തി. ഇനി എന്താണ് ഭാവി? എന്താ ഈ ചോക്ലേറ്റിനോട് ഇഷ്ടമേ ഏത് രീതിയിൽ വളർത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇത് ചോക്ലേറ്റ് കഴിക്കണ എന്തിനാന്ന് ജനം അറിയണം. അതെങ്ങനെ കഴിക്കണം, എത്രമാത്രം, അതിനെക്കുറിച്ചൊരു അവയർനെസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ മാർക്കറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. ശരിക്കും ഇത് ഇസ് എ മെഡിസിൻ. ആ രീതിയിൽ കൺസ്യൂം ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ വിഷയം. ഇപ്പോൾ ഒരു വിസിറ്റർ കൊക്കോ റിച്ചിൽ എത്തുകയാണ്, എന്തൊക്കെ സർവീസസ് ആണ് കൊക്കോ റിച്ച് പ്രൊവൈഡ്? നമ്മളിവിടെ സർവീസ് എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും ഫ്രീ ആണ്. വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന ചോക്ലേറ്റ് എന്താണെന്നും അത് എങ്ങനെ കഴിക്കണമെന്നും അതുപോലെ അവർക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം. അത് ഉണ്ടാക്കണമെന്നും അവരുടെ ഡൗട്ടുകളും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു അവയർനെസ് ഉണ്ട്. ഒരു 1.5 hour അവയർനെസ് ഉണ്ട്. നമ്മൾ ചോക്ലേറ്റ് എങ്ങനെയാണ്, എത്രമാത്രം, അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറയും. എൻ്റെ അനുഭവമാണ്, അല്ലാതെ ഞാൻ പോയി പഠിച്ച കാര്യങ്ങളൊന്നുമല്ല. ഞാൻ 10-12 വർഷത്തെ എക്സ്പീരിയൻസാണ്, അടികിട്ടിയ എക്സ്പീരിയൻസാണ്. പിന്നെ നമുക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്നും ആ ടേസ്റ്റിൽ 20 മിനിറ്റിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി തരാം. നിങ്ങൾ പറയണ്ട നിങ്ങളുടെ പെർസെൻറ്റ്, ഞാൻ പറയും എത്ര പെർസെൻറ്റാണ് ചെയ്യാൻ പറ്റും.